ലോകത്ത് പടർന്നു പിടിക്കുന്ന കോവിഡ് വകഭേദം ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ജനിതക ലബോറട്ടറികളുടെ ശൃംഖലയായ ഇൻസാകോഗാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹലാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒമിക്രോൺ JN.1 എന്ന വകഭേദമാണ് ജനിതക പരിശോധനയിൽ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസാകോഗ് നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ JN.1 വകഭേദം അങ്ങനെ കണ്ടെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസ് ആണിത്. ഡിസംബർ 8-ന് തിരുവനന്തപുരത്തെ കരക്കുളത്ത് നിന്ന് ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. കോവിഡ് ഉപവകഭേദം സ്ഥിരീകരിച്ചതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്. നിതാന്തമായ ജാഗ്രതയിലൂടെ ഉപവകഭേദം കണ്ടെത്തിയതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരിൽ ഈ ഉപവകഭേദം കണ്ടെത്തിയിരുന്നു എന്നും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേതും ഇത് ഉണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞത്. കേസുകൾ കുറഞ്ഞതോടെ രാജ്യത്ത് കോവിഡ് വൈറസുകളുടെ ജനിതക വ്യതിയാനം പരിശോധിക്കുന്നതും കുറഞ്ഞിരുന്നു. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ലൊരു പങ്കും JN.1 വകഭേദമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനിടെയാണ് സംസ്ഥാനത്തും JN.1 റിപ്പോർട്ട് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഫലം വരുന്നതേ ഉള്ളൂ. നേരത്തെ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലെത്തിയ യാത്രക്കാരിൽ JN.1 കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന XBB വകഭേദത്തെ അപേക്ഷിച്ച് JN.1-ന് വ്യാപനശേഷി കൂടുതലാണ്. കോവിഡിന്റെ പുതിയ വകഭേദം JN.1 സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതായി കേന്ദ്ര സർക്കാരാണ് അറിയിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ 79 വയസ്സുള്ള ആൾക്കാണ് കോവിഡിന്റെ വകഭേദം കണ്ടെത്തുകയും ചെയ്തത്. പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കുകയും ചെയ്തു. പുതിയ വകഭേദം കണ്ടെത്തിയതോടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായി ആശയവിനിമയം നടത്തി. കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് എക്കാലത്തെയും എന്നതുപോലെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രയും മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മൾ അത് കണ്ടെത്തിയെന്നതാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്നുമാണ് മന്ത്രി പറയുന്നത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ജാഗ്രത ഉണ്ടായാൽ മതിയെന്നും വീണ ജോർജ് പറയുകയും ചെയ്തു. വിദേശത്ത് നിന്ന് എത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ ജാഗ്രത കൂടുതൽ പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2023 സെപ്റ്റംബറിലാണ് അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ വകഭേദമായ JN.1 കണ്ടെത്തിയത്. തുടർന്ന് ചൈനയിൽ ഇത് വ്യാപിക്കുകയായിരുന്നു. അമേരിക്ക അടക്കം 11 രാജ്യങ്ങളിൽ വകഭേദം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നേരത്തെ തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് സിംഗപ്പൂരിലെത്തിയ വ്യക്തിയിൽ JN.1 ഉപവകഭേദം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് തിരുച്ചിറപ്പള്ളി ജില്ലയിലോ തമിഴ്നാട്ടിലോ മറ്റ് സ്ഥലങ്ങളിലോ കേസുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുമില്ല. നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ കോ ചെയർമാൻ രാജീവ് ജയദേവൻ ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ JN.1 വേരിയന്റിന്റെ മറ്റൊരു കേസും കണ്ടെത്തിയിട്ടില്ല എന്നത് ഉന്നത വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. JN.1 കോവിഡ് ഉപവകഭേദം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ലക്സംബർഗിലാണ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കേസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇതുവരെയുള്ള തീവ്രത മുമ്പത്തേതിന് സമാനമാണ്. വേഗത്തിൽ പടരാനും പ്രതിരോധശേഷി ദുർബലമാകാനും ഉപവിഭാഗത്തിന് കഴിയും. അതേപോലെ ചൈനയിൽ ഇപ്പോഴും തുടരുന്ന വകഭേദമാണ് കേരളത്തിൽ കണ്ടെത്തിയത്. ചൈനയിൽ അത് റിപ്പോർട്ട് ചെയ്ത 7 കേസുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന XBB വകഭേദത്തെ അപേക്ഷിച്ച് JN.1 വ്യാപനശേഷി കൂടുതലാണെന്നാണ് പറയുന്നത്. വാക്സിനിലൂടെയോ ഒരിക്കൽ രോഗം വന്നതുകൊണ്ടോ ആർജിച്ചെടുത്ത പ്രതിരോധ ശേഷിയെ JN.1 മറികടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പഠനങ്ങളെന്ന് IMA കേരള റിസർച്ച് സെൽ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവൻ പറയുകയും ചെയ്തു. നവംബർ മുതൽ കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട്. IMAയുടെ കണക്കുകൾ പ്രകാരം നവംബറിൽ ഇൻഫ്ലുവൻസ വൈറസ് ബാധ സംശയിച്ച് ടെസ്റ്റ് ചെയ്ത ഫ്ലൂ നെഗറ്റീവ് ആയവരിൽ നടത്തിയ കോവിഡ് പരിശോധനയിൽ 7% പേർക്കും കോവിഡ് കണ്ടെത്തിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 1324 പേർ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുമുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്.